വിധി അത് നിരാശാജനകമെന്നാണ് കെ വി വിനോദിന്റെ സഹോദരൻ ഇപ്പോൾ പ്രതികരിക്കുന്നത്. അത് മാത്രമല്ല, തുടർ നടപടികൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിലിപ്പോൾ കൂടുതൽ വിവരങ്ങൾ, ഈ വിധിയുടെ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ടോ, നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? ദിവ്യ, വിനോദ് കൊല്ലപ്പെട്ടതാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇത് ഏതെങ്കിലും തരത്തിൽ പ്രോസിക്യൂഷന് പൂർണ്ണ പരാജയം എന്നുള്ള തരത്തിൽ ഇത് കൊലപാതകമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ല. പക്ഷേ ഇത് കൊലപാതകമാണ്. പക്ഷെ ആ കൊല നടത്തിയത് ഈ മരിച്ച ഈ അന്ന് സമരത്തിനുണ്ടായിരുന്ന അശോകനാണ് കൊലപാതകം നടത്തിയത്. അതുകൊണ്ട് അശോകനുള്ള ശിക്ഷ ഈ മരിച്ച ഒരു ആൾ എന്ന നിലയിൽ ഇപ്പോൾ ഈ വിധി പറയുന്നില്ല എന്നുള്ളതാണ് കോടതി പ്രസ്താവിച്ചിരിക്കുന്നത്. ഗീതാനന്ദൻ ഉൾപ്പെടെ മറ്റാരും തന്നെ ഇങ്ങനെ കൊലപാതകം നടത്തുന്നതിൽ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടില്ല എന്നുകൂടി കോടതി പറയുന്നു. അതായത് വിനോദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ തട്ടിക്കൊണ്ടുപോയി ഈ കൊലപ്പെടുത്തിയത് അന്ന് സമരത്തിനുണ്ടായിരുന്ന അശോകൻ എന്ന വ്യക്തിയാണ്. ഈ അശോകൻ ഈ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഈ മരിച്ച വ്യക്തിക്ക് ഈ ശിക്ഷ വിധിക്കുക എന്ന അത് ശരിയായ ഒരു നടപടിയല്ല. അതുകൊണ്ട് ഇപ്പോൾ വിധി പറയുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. എന്തായാലും ഈ വിനോദ് കൊല്ലപ്പെട്ടതുമായ പോലീസ് ഉദ്യോഗസ്ഥനായ വിനോദ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അശോകൻ മാത്രമാണ് പ്രതി. മറ്റ് ആരും തന്നെ ഗൂഢാലോചന ഉൾപ്പെടെ ഇല്ലെങ്കിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള ഒരു കേസിലും പ്രതിയല്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അബ്ദുസലാം എന്ന ഉദ്യോഗസ്ഥനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലാണ് ഇപ്പോൾ ഗീതാനന്ദൻ അടക്കം 4 ആൾ പ്രതിയാണ് എന്ന് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഇവർക്കുള്ള ശിക്ഷ അല്പസമയത്തിനുള്ളിൽ വിധിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതായത് വിനോദ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അശോക് എന്ന ഒറ്റ വ്യക്തിയാണ് പ്രതി. അദ്ദേഹം മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അബ്ദുസലാം ഇതിൽ വിനോദ് കൊല്ലപ്പെട്ടതാണ് എന്ന് കോടതി ആ ഒരു കണ്ടെത്തലിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രതികൾക്കെതിരെ ആ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോസിക്യൂഷന് മാത്രമല്ല, ഈ കേസ് അന്വേഷിച്ച ഏജൻസികൾക്കുൾപ്പെടെ ഇതിൽ അന്വേഷണത്തിൽ ഉൾപ്പെടെ വലിയ വീഴ്ചയുണ്ടായി എന്നല്ലേ അതിൽ നിന്ന് വ്യക്തമാകുന്നത്? ദിവ്യ, അതായത് വിനോദ് എന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതാണ് എന്ന് കോടതി പറയുന്നുണ്ട്. അത് കൊലപാതകം നടത്തിയത് ഈ സമരത്തിൽ ഉണ്ടായിരുന്ന അശോകൻ എന്ന വ്യക്തിയാണ്. മറ്റാർക്കും തന്നെ ഇതിന്റെ ഒരു ഘട്ടത്തിലും പങ്കാളിത്തമില്ല. അത് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗീതാനന്ദനോ മറ്റാളുകൾക്കോ പങ്കാളിത്തം ഇല്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ആസൂത്രണത്തോടു കൂടി തട്ടിക്കൊണ്ടുപോയി ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. അതാണ് CBIയുടെ ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. അക്കാര്യങ്ങൾ ഒന്നും തന്നെ ഗീതാനന്ദൻ അടക്കമുള്ള ആളുകൾക്ക് ഇത്തരം കുറ്റങ്ങൾ കണ്ടെത്താൻ കോടതിക്ക് കഴിഞ്ഞിട്ടില്ല. അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അശോകൻ എന്ന വ്യക്തിയാണ് ഈ വിനോദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയത് എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഈ അശോകൻ മരിച്ചത് കൊണ്ട് തന്നെ ഈ ശിക്ഷ വിധിക്കുന്നില്ല എന്നുള്ളത് കൂടി കോടതി പറയുന്നു. ഈ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ ഗീതാനന്ദൻ അടക്കമുള്ള മറ്റ് ആളുകൾക്ക് പങ്കാളിത്തമില്ലാത്തത് കൊണ്ട് തന്നെ വിനോദ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവരെ കോടതി കുറ്റവിമുക്തരാക്കുകയാണ് ചെയ്തത്. എന്നാൽ അബ്ദുസലാമിനെ മർദ്ദിച്ച കേസിൽ ഇവർക്ക് ഈ വധശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. ഇതിൽ 4 പ്രതികളാണ് ഉള്ളത്. ഗീതാനന്ദനാണ് 1-ാം പ്രതി. അവർക്കുള്ള ശിക്ഷ അല്പസമയത്തിനുള്ളിൽ വിധിക്കും എന്നുള്ളതാണ് നമുക്ക് കോടതിയിൽ നിന്ന് നൽകാനുള്ള അപ്ഡേറ്റ്.